എറണാകുളം ജില്ലയിലെ 100 അടിയോളം ഉയരമുള്ള അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 400ഓളം കൽപ്പടവുകൾ ഇറങ്ങി വേണം താഴേക്ക് എത്താൻ. 3 തട്ടായിട്ടാണ് ഈ കൽപ്പടവുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൈവരികളും ഇടയ്ക്കിടെ ഇരിക്കാനുമുള്ള സൗകര്യം ഉള്ളതുകൊണ്ടും പ്രായമായവർക്കും ധൈര്യസമേതം ഇവിടേക്കെത്താം. കിഴക്കൻ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം 100 അടിയോളം താഴെയുള്ള കരിമ്പാറയിൽ പതിച്ചാണ് ഈ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഈ വെള്ളച്ചാട്ടം വളരെ അടുത്ത് ചെന്ന് കാണാമെന്നതും അപകട സാധ്യത കുറവായതിനാൽ കുളിക്കാനും നീന്താനും പറ്റും എന്നതുമാണ്. വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാനായി വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്കായി ഒരു നടപ്പാലമുണ്ട്. ഈ നടപ്പാലത്തിനോട് ചേർന്നാണ് ശുചിമുറിയും ഡ്രസ് ചേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് 2 ലെയേഴ്സ് ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ലെയറിൽ പാറയിൽ നിന്നും ശക്തമായി വീഴുന്ന വെള്ളത്തെ കോൺക്രീറ്റ് ബീം കൊണ്ട് തടഞ്ഞു നിർത്തി ഒരു ഡാം പോലെ ആക്കിയിട്ടുണ്ട്. ഒരാൾ പൊക്കത്തിൽ ഇവിടെ വെള്ളം കെട്ടി നിർത്തും. മിനി ഡാം പോലെയുള്ള ഇവിടെയാണ് നീന്താനും കുളിക്കാനും പറ്റുന്നത്. ശക്തിയായി താഴേക്ക് വരുന്ന വെള്ളം മിനി ഡാമിൽ എത്തിയ ശേഷം ശക്തി കുറഞ്ഞ് താഴേക്ക് പതിക്കുന്നു. ഇതാണ് സെക്കൻഡ് ലെയർ. നീർച്ചാർ പോലെയുള്ള ഈ വെള്ളത്തിൽ നീന്താൻ പറ്റുകയില്ല എങ്കിലും കുളിക്കുവാൻ സാധിക്കും. പാറകളിൽ വഴുക്കൽ കൂടുതലായതിനാൽ ഈ സെക്കൻഡ് ലെയർ കുറച്ച് അപകടം നിറഞ്ഞതാണ്. രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശന സമയം. എറണാകുളം കൂത്താട്ടുകുളം റോഡിൽ കാക്കൂർ കൂരപ്പിള്ളി കവലയിൽ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും ഉള്ളവരും പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്നുമുള്ളവരും പാമ്പക്കുട പാപ്പുക്കവലയിൽ നിന്നും മണ്ണത്തൂർ റോഡിൽ 2.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് അടിക്കുന്ന കാര്യം കൂടി പരിഗണിക്കണം.